ഹലോ ഗായ്സ്, നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോ നമ്മളിപ്പോൾ നിസർഗ ഡാം പറയാൻ പേരെ കഴിയുന്നില്ല, അങ്ങനത്തെ പേരായി പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ടിക്കറ്റെല്ലാം എടുത്ത് ടിക്കറ്റിന് 60 രൂപയായിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമ്മളൊരു പാലമുണ്ട്, അങ്ങനെ ആ പാലം കഴിഞ്ഞ് അങ്ങനെ നടന്ന് ഫുള്ള് മുളയും ഫുള്ള് മരങ്ങളെല്ലാം ആയിട്ട് ഫുള്ള് വൃക്ഷങ്ങളാണേ. ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം, പൊളി. അപ്പം അങ്ങനെ നമ്മൾ ഫുള്ള് വൈബിൽ ഇങ്ങനെ നടന്ന് ഫുള്ള് ആസ്വദിച്ച് നടക്കണം. ഫുള്ള് നല്ല തണുപ്പാന്നേ, മരങ്ങളായതുകൊണ്ട് നല്ല തണുപ്പടിക്കുന്നു. അപ്പോൾ കുട്ടി ഉണ്ടായിന്, കുട്ടിക്ക് നല്ല ചൂട് തൊപ്പിയെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം, ഇനി കുറേ അങ്ങോട്ട് നടക്കാനുണ്ട്. നമ്മൾ ഈ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നടന്ന് കുറേ അങ്ങോട്ടെത്തി. അപ്പോൾ നമ്മളെ കുറച്ച് നേരെ മുന്നിലൊരു പ്രതിമകളുണ്ട്, കുറേ ഒരു പണ്ടത്തെ ഫീലയിക്കുന്ന കുറേ പ്രതിമകൾ. പണ്ടത്തെ ആൾക്കാർ ഡ്രസ്സിങ്ങും സ്റ്റൈലും പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതിൻ്റെ എല്ലാം ഇവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രതിമ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കിയാൽ ഒരാൾ മട്ടൽ കൊത്തുന്ന് കുളിക്കുന്നുണ്ട്, അമ്പ് വെക്കുന്നുണ്ട്, പിന്നെ കുട്ടികളെ കളിപ്പിക്കുന്നുണ്ട്, കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ എന്തെല്ലോ മഞ്ഞളും പോലത്തെ എന്തെല്ലോ വൃത്തിയാക്കുന്നു, മുളകരക്കുന്നു. അങ്ങനെ പലതരം പ്രതിമകൾ ഇവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളെപ്പോലത്തെ ആൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്, കുറച്ച് റെസ്റ്റെല്ലാം എടുക്കാൻ വേണ്ടി. കുറേ നടക്കാനുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നടന്നാലും തീരുമല്ലോ, അങ്ങനത്തെ അടിപൊളി പൊളി സ്ഥലം. വന്ന ഒരു രക്ഷയില്ല, നല്ല വൈബാണ്. ഇത് നമ്മളെ കുറേ സ്ത്രീകളെ ഒരു പ്രതിമ രൂപത്തിൽ ഒപ്പന കളിക്കുന്ന സ്റ്റൈലിൽ അത് നല്ല ഭംഗിയുണ്ടായി. അടുത്തുനിന്ന് തന്നെ കണ്ട് നല്ല രസമാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, എന്നാലും അതിനെക്കാട്ടി നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മൾ ഏർമാടം കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കയറി നോക്കിന് ചെറിയൊരു കുലുക്കല്ലുണ്ട്. പിന്നെ കൂടുതൽ മുകളിലോട്ട് കയറാൻ നിന്നിട്ടില്ല, ഫാമിലി ആയിട്ട് അങ്ങനെ പോയപ്പോൾ നമ്മൾ അങ്ങനെ കൂടുതൽ അതിൻ്റെ മുകളിൽ നിന്ന് കളിക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരെ മുന്നോട്ട് എത്തിയതാണ് ഒരു വലിയ വലയെല്ലാം കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പുള്ളിമാൻ, കസ്തൂരിമാൻ എന്ന് പറയും. അപ്പം അങ്ങനെ ഫുള്ളായിട്ട് കസ്തൂരിമാനോ, വേറെ ലെവല്, വേറെ ഒരു